കേരളത്തിലെ കോട്ടായിക്കോണം എന്ന ഗ്രാമത്തെ പശ്ചാത്തലമാക്കിയാണ് കഥ വികസിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ ഒളിച്ചോട്ടത്തെ ചൊല്ലിയുള്ള തെറ്റിദ്ധാരണ ഒരു സാമുദായിക കലാപത്തിന് വഴിയൊരുക്കുന്നിടത്താണ് സിനിമ ആരംഭിക്കുന്നത്. ഈ കലാപത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ സ്പെഷ്യൽ ബ്രാഞ്ച് SI ജയകൃഷ്ണനെ ചുമതലപ്പെടുത്തുന്നു. വിനായകനാണ് ജയകൃഷ്ണന്റെ വേഷം ചെയ്യുന്നത്. ജയകൃഷ്ണന്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഈ സംഭവത്തിനു പിന്നിൽ ഒരേ രീതിയിൽ കാണാതായ നിരവധി സ്ത്രീകളുടെ കേസുകൾ ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തുന്നു. അടുത്ത കാലത്ത് പരിചയപ്പെട്ട ഒരാളോടൊപ്പം ഒളിച്ചോടിപ്പോയെന്ന് കരുതപ്പെടുന്ന ഈ സ്ത്രീകൾക്കെല്ലാം ഒരേ പാറ്റേണിലുള്ള ദുരൂഹതയുണ്ട്. അതായത് ഓരോ സ്ത്രീകളായിട്ട് മരിക്കുകയാണ്, കൊലപ്പെടുത്തുകയാണ്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി നടക്കുന്ന ഈ കൊലപാതകങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോൾ ജയകൃഷ്ണൻ ഒരു കൊടും കുറ്റവാളിയിലേക്ക് എത്തുകയാണ്. കുടുംബസ്ഥനും ശാന്ത സ്വഭാവിയെന്ന് പുറമേ തോന്നിക്കുകയും എന്നാൽ കൊടും ക്രൂരനായ ഒരു സീരിയൽ കില്ലറുമാണ് സ്റ്റാൻലി ദാസ്. അതായത് മമ്മൂട്ടിയാണ് സ്റ്റാൻലി ദാസ് ആയിട്ട് വരുന്നത്. ഇഫാര്യരും വിവാഹബന്ധം വേർപെടുത്തിയവരും ഒറ്റപ്പെട്ടവരുമായ സ്ത്രീകളെയാണ് ഇയാൾ ഇരയാക്കുന്നത്. കൃത്യമായ പ്ലാനുകളോടും ഭീകരമായ മാനസികാവസ്ഥയോടും കൂടി കൊലപാതകങ്ങൾ നടത്തുന്ന സ്റ്റാൻലി ദാസും അയാളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ കഠിനമായി പരിശ്രമിക്കുന്ന സത്യസന്ധനായ പോലീസ് ഓഫീസർ ജയകൃഷ്ണനും തമ്മിലുള്ള കാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ് ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ മുന്നോട്ട് പോകുന്നത്. തമിഴ്നാട് ക്രൈം ബ്രാഞ്ച് ഓഫീസർ എന്ന നിലയിലും സ്റ്റാൻലി അവതരിപ്പിക്കുന്നുണ്ട് ഒരു രണ്ടാം പകുതിയിൽ. കൊലയാളിയുടെ മാനസികാവസ്ഥ, പോലീസിന്റെ കൃത്യമായ അന്വേഷണ രീതികൾ, അപ്രതീക്ഷിത വഴിത്തിരിവുകൾ എന്നിവയെല്ലാം സിനിമയുടെ കഥാതന്തുവിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇതിലെ പോസിറ്റീവ് ഘടകങ്ങൾ എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ പ്രകടനം തന്നെയാണ്. പ്രതിനായകനായ സ്റ്റാൻലി ദാസ് എന്ന കഥാപാത്രത്തെ മമ്മൂട്ടി അവതരിപ്പിച്ചത് അത്യധികം മികവോടെയാണ്. പക്ഷേ വിനായകന്റെ കഥാപാത്രം അവിടെ അത്ര മികച്ചതായില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിന്റെ ആ ഡയലോഗ് ഡെലിവറി ഒന്നും ഒരു കൃത്രിമത്വം ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു അത്ര ശരിയായില്ല. ആ ഒരു കഥാപാത്രം വിനായകന് പകരം മറ്റൊരാളായിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ എന്നൊരു തോന്നി. സിനിമയുടെ തുടക്കം മുതൽ തന്നെ നമുക്ക് കൊലപാതകത്തിലൂടെയാണ് സിനിമ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കൊലയാളി ആരാണെന്ന് തന്നെ സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോ എങ്ങനെ പോലീസ് ഈ കൊലയാളിയുടെ അടുത്തേക്ക് എത്തുന്നു, അതാണ് സിനിമ നമുക്ക് കാണാൻ പ്രേരിപ്പിക്കുന്നത്. പിന്നെ പശ്ചാത്തല സംഗീതം, ക്യാമറ എന്നിവയെല്ലാം ഒരു ഡാർക്ക് ത്രില്ലർ മൂഡ് നിലനിർത്താൻ സഹായിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ആ തുടക്കത്തിൽ കൊല ഒരു 2-3 കൊലയൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. പിന്നീട് അങ്ങോട്ട് നമ്മളെ ബോറടിപ്പിക്കുന്നുണ്ട്. കാരണം തിരക്കഥ അത്ര മികച്ചതായില്ല എന്നാൽ കുറച്ചും കൂടെ ഒരു മൂർച്ച കൂട്ടാമായിരുന്നു തിരക്കഥയ്ക്ക്. അവിടെയും കുറച്ചൊരു പാളിച്ച പറ്റിയിട്ടുണ്ട്. എങ്കിലും മൊത്തത്തിൽ ഒരു എബോവ് ആവറേജ് നിലവാരത്തിലുള്ള ഒരു വട്ടം കണ്ടിരിക്കാവുന്ന മമ്മൂട്ടിയുടെ പ്രകടനം, അത് കാണാൻ മാത്രമായിട്ടെങ്കിലും ഈ സിനിമ ഒരു വട്ടം കാണാവുന്നതാണ്.